ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പൂരം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സെൻറ്റർ എത്താനായപ്പോൾ ഇത് അമ്പലത്തിൻ്റെ അവിടേക്ക് തിരിയുന്ന ഭാഗത്താണ് കേട്ടോ ആനയിലായിട്ട് എഴുന്നള്ളിപ്പായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ചുണ്ട്, നമുക്ക് പൂരം കണ്ടാലോ. അപ്പോൾ ഇതാ അമ്പലത്തിലേക്ക് ഓരോ പൂരങ്ങളായി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രദക്ഷിണം വെച്ച് തിരിച്ചിവിടെ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുകയാണ് ഓരോ ആനകളും. ഇതിൽ 3 ആനകൾ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ. അതായത് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തുനിന്ന് കൊല്ലമ്പടിയിൽ നിന്നാണ് കേട്ടോ ആനകളുണ്ടായത്. അങ്ങനെ ഇതാ ഉദയ ടീമിൻ്റെ ആന ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ കരിങ്കാളിയൊക്കെ വരാനൊരു പന്തലിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി ആ ഓലയൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ ഇതാ ആനകളെ നിലത്ത് നിർത്തിക്കൊണ്ട് തലപ്പൊക്കം കാണിക്കാം കേട്ടോ. എനിക്കിതിൽ ഇഷ്ടമായ ആന ഈ ഇവിടുന്ന് രണ്ടാമത് നിൽക്കുന്ന ആനയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ തലയൊക്കെ ആട്ടി ആൾക്കാരെ ഇങ്ങനെ കയ്യിലെടുക്കുന്നുണ്ടായിരുന്നു. നല്ല ആനക്കുട്ടിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ആനപ്പൂരം കഴിഞ്ഞ ആനകളൊക്കെ ഇതാ ഇനിയുള്ളത് തെയ്യാണ് കേട്ടോ. തെയ്യം അതുപോലെ തന്നെ കരിങ്കാളി ഇതൊക്കെയാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ആനകൾ നിർത്തിയിരുന്ന സ്ഥലത്തു നിന്ന് മാറ്റി നിർത്തിയിട്ട് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്ന ഈ തൂണൊക്കെ ഇല്ല, അതൊക്കെ ആൾക്കാരും എടുത്ത് മാറ്റാണ് തെയ്യം വരുമ്പോൾ ഇന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. പോണേക്കാളും മുന്നേ ഭഗവതിനെ നേരിട്ട് കണ്ട് വണങ്ങുന്നുണ്ട് കേട്ടോ എല്ലാ ആനകളും. ദേവസ്വത്തിൻ്റെ പൂരം മാത്രമാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റാറ്. ഇതാണ് കേട്ടോ ദേവസ്വത്തിൻ്റെ ആന. അടുത്തതായിട്ട് കരിങ്കാളിയും അതുപോലെ തന്നെ വെളിച്ചപ്പാടിനെ ഒരു വണ്ടിയിലൊക്കെ വെച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ആ കരിങ്കാളി വന്നത് അവിടെ മുടി ഒക്കെ ആട്ടി കളിക്കുകയാണ് കേട്ടോ. തുമ്പി ഇത് കണ്ടോട് കൂടിയിട്ട് വേഗം ഇവിടുന്ന് ദേവസ്വത്തിൻ്റെ ഒരു വീടുണ്ട്, അതിനുള്ളിൽ കയറി നിന്നു. അങ്ങനെ ആ പൂരം അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കാൻ പോയിരുന്നു. പിന്നെ ഞങ്ങൾ ചില്ലനും പാച്ചനും കൂടിയിട്ട് മാഷേനും അതുപോലെ സ്പൈഡർമാനും വാങ്ങിയിട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സ്വന്തം ബേൽപൂരി കഴിച്ചു. പിന്നെ തിരിച്ച് വരുന്ന വഴിയിലാണ് തെയ്യങ്ങൾ ഇതാ ഓരോ സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാളൂരിൻ്റെ മഞ്ചേരിയിലേക്ക് ഇന്ന് തന്നെ പോകേണ്ട കാരണം ഞങ്ങൾ അവിടുന്ന് വേഗം നടന്ന് വരികയാണ് കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന ഇതാ ഇപ്പുറത്തേക്ക് തിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് അയക്കണം. അങ്ങനെ വീട്ടിലെത്തി പാച്ചനും ചിന്നനും സ്പൈഡർമാനും മാഷിനൊക്കെ കൊടുത്തു അവന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.